ഒരു ഉപഭോക്താവിൻ്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? 2003 ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരവും 2014 റെഗുലേഷൻ ആക്ട് പ്രകാരവും ഒക്കെ എന്താണ് അതിൻ്റെ നിയമവും ചട്ടവും? ബിൽ തുക അടയ്ക്കാൻ നിശ്ചിത സമയം നൽകണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നിശ്ചിത സമയത്തിന് ശേഷവും പണം അടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് SMS ആയും ഫോണിലൂടെയും അറിയിപ്പ് നൽകണം. ആക്ടിൽ തന്നെ പരാമർശിച്ചിരിക്കുന്നതുകൊണ്ട് നോട്ടീസ് നൽകണമെന്നില്ല. വൈദ്യുതി വിച്ഛേദിക്കുന്നത് പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമായിരിക്കണമെന്നും നിഷ്കർഷിക്കുന്നു. ബിൽ അടച്ചാൽ 24 മണിക്കൂറിനകം പുനഃസ്ഥാപിക്കണം എന്നാണ് ചട്ടം. നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസാണ്. അപകടകരമായ സാഹചര്യത്തിൽ ഏതെങ്കിലും കണക്ഷനുകൾ ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ അനുവാദത്തോടു കൂടി അവരെ അറിയിച്ചതിനു ശേഷം ആ വൈദ്യുതി കണക്ഷൻ നമുക്ക് വിച്ഛേദിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ ചട്ടങ്ങളുടെയും നഗ്നലംഘനം നടന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മന്ത്രി ഉറപ്പ് നൽകിയിട്ടും ആ മന്ത്രിയുടെ ഉറപ്പിന്മേൽ ചെയർമാൻ നടത്തുന്ന ഈ വിചിത്രമായ ഉത്തരവിടിയിൽ ഈ രാജ്യത്ത് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കൊപ്പം ദീപക് മലയമ്മയുണ്ട്. കോഴിക്കോട് തിരുവമ്പാടിയുടെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഉപാധി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ KSEB. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെങ്കിലും ഇനി മേലിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കില്ലെന്ന ഉറപ്പ് കിട്ടണമെന്നാണ് ചെയർമാന്റെ പുതിയ പ്രസ്താവന. ഇതിനു പിന്നാലെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് സത്യവാങ്മൂലം നൽകണമെന്ന് തഹസീൽദാർ അജ്മലിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ തയ്യാറല്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. മകൻ ചെയ്ത അക്രമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉൾപ്പെട്ട സത്യവാങ്മൂലമാണ് തഹസീൽദാർ നൽകിയത്. ദീപക് മലയമ്മ ആദ്യം ചേരുന്നു, അതിനുശേഷം അതിഥികളിലേക്ക്. ദീപക് മലയമ്മ, ഇപ്പോൾ വീട്ടിൽ കറണ്ട് വന്നോ? അരുൺകുമാർ, ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല. കറണ്ട് വരാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ താമരശ്ശേരി തഹസിൽദാർ കെ ഹരീഷ്, ഒപ്പം തന്നെ ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെ സ്നേഹിൽ കുമാർ സിംഗ് IAS നിർദ്ദേശിച്ചതനുസരിച്ച് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അവർ ഒരു ലെറ്റർ ഇവിടെ റസാഖിനും മറിയത്തിനും കൈമാറി. ആ ലെറ്റർ പ്രകാരം പറയുന്നത് തങ്ങളുടെ മക്കൾ ചെയ്ത തെറ്റ് ഇനി ആവർത്തിക്കില്ല, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് നൽകണമെന്നുള്ളതാണ് തഹസിൽദാർ പറഞ്ഞത്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് റസാഖും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്വീകരിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ആ തെറ്റ് ചെയ്തു എന്നുള്ളത് രേഖാമൂലം ഒപ്പിട്ട് നൽകുന്നതിന് തുല്യമായിട്ട് അത് മാറുമെന്നുള്ളത് കൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ആ കുടുംബം പറയുകയായിരുന്നു. അജ്മലിനെ ജയിലിൽ അടച്ചിരിക്കുകയാണ്, റിമാൻഡിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കോടതിയിൽ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ കോടതി ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കൾ കുറ്റം ചെയ്തുവെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്നാണോ ഈ തഹസീൽദാർ പറയുന്നത്? അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം മുതൽ നോക്കിയാൽ കാണാമല്ലോ. അതായത് കുറ്റം ചെയ്തിരിക്കുന്നത് അജ്മലാണ്, അജ്മലിൻ്റെ സഹോദരനാണ്. ഈ രണ്ടുപേരും KSEBക്കകത്ത് അതിക്രമം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേസിന് ആസ്പദമായ സംഭവം. അതിൽ FIR വരികയും അവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും രണ്ടുപേരും നിലവിൽ റിമാൻഡിൽ കഴിയുകയുമാണ്. ആ സമയത്താണ് പ്രതികാര നടപടി എന്നുള്ള നിലയ്ക്ക് KSEBയുടെ CMD ഒരു ഉത്തരവിറക്കുന്നത് വൈദ്യുതി വിച്ഛേദിക്കണമെന്ന് കാണിച്ചുകൊണ്ട്. അങ്ങനെ വൈദ്യുതി വിച്ഛേദിക്കുന്നു. അതായത് കുറ്റം ചെയ്ത ആളുടെ പേരിൽ പോലുമല്ല ഈ വൈദ്യുതി കണക്ഷൻ ഉള്ളത് എന്നിരിക്കെയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരുള്ള ഒരു വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാനുള്ള തീരുമാനം അത് KSEB തഹസീൽദാറുമായി സംസാരിക്കുമ്പോൾ തഹസീൽദാർ പറയുന്നത് ഏത് ചട്ടപ്രകാരം, ഏതു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ രക്ഷിതാക്കളെ കൊണ്ട് ഒരു മാപ്പപേക്ഷ സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ മാപ്പപേക്ഷയിൽ ഒപ്പിടാൻ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും ആ നോട്ടീസിൽ പറയുന്നുണ്ടോ ഇന്ന ചട്ടപ്രകാരം, ഇന്ന വകുപ്പ് പ്രകാരമെന്ന്? ഇല്ല, അത്തരത്തിൽ കാര്യങ്ങളൊന്നും തന്നെ അതിൽ വിശദീകരിച്ചിട്ടില്ല. കൃത്യമായിട്ട് ഒരു മറുപടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തഹസിൽദാറിൻ്റെ അരികിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടില്ല. അവർ പറയുന്നത് കളക്ടറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് ഇത് മടങ്ങിപ്പോയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അത് വരുത്തിയിട്ട് തിരികെ എത്തണം. അതിനുശേഷം മാത്രമേ ഇനി ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കൗതുകകരമായ കാര്യം ഇത് ഗുണ്ടാരാജാണ്. ഇത് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജിനെ പരിഹസിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഭരിക്കുമ്പോൾ ഒരു വൈദ്യുതി ബോർഡിൻ്റെ ചെയർമാൻ വിചാരിച്ചാൽ ഒരു പ്രതി കുറ്റം ചെയ്താൽ ആ കേസിൻ്റെ വിചാരണാ നടപടികൾ പുരോഗമിക്കെ ആ പ്രതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പക്കൽ നിന്ന് മാപ്പപേക്ഷ എഴുതി വാങ്ങി ആ നിയമനീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള KSEB ചെയർമാൻ്റെയും തഹസീൽദാരുടെയും ഇടപെടലാണ്. നമുക്കിപ്പം മറിയം ചേരും, അജ്മലിൻ്റെ മാതാവ്, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദ്, MG സുരേഷ് കുമാർ, സെക്രട്ടറി ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം, അഭിഭാഷകൻ എന്നിവരാണ് അതിഥികളായി നമുക്കൊപ്പം ചേരുക. ഞാൻ ആദ്യം MG സുരേഷ് കുമാറിലേക്ക് പോകുന്നു. MG സുരേഷ് കുമാർ, വെരി ഗുഡ് ഈവനിങ്. ഏതു ചട്ടപ്രകാരം, ഏതു നിയമപ്രകാരമാണ്
ഈ അജ്മലിൻ്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ രണ്ടാമത് വിച്ഛേദിച്ചത്? അത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ കോടതിയിലിരിക്കുന്ന ഒരു കേസിൽ തഹസീൽദാർ ഏകപക്ഷീയമായി ഈ മറിയ ഉമ്മയെ കൊണ്ട് കുറ്റസമ്മതം നടത്തുന്നത് ഏത് ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ എം ജി സുരേഷ്? ഒന്ന്, ഒരു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിന് നിലവിലുള്ള സപ്ലൈ കോഡ് അനുസരിച്ചും സേഫ്റ്റി റെഗുലേഷൻ അനുസരിച്ചും ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ചും 3 തരത്തിലാവാൻ കഴിയും. വൈദ്യുതി കണക്ഷൻ്റെ ബില്ല് അടയ്ക്കാതിരുന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞാൽ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാം. അതിന് 15 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബില്ല് വിത്ത് നോട്ടീസാണ് കൊടുക്കുന്നത് എന്നുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ട എന്ന് ഹൈക്കോടതി അടക്കം വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബില്ല് ഡ്യൂ ഡേറ്റ് കഴിയുന്നതോടുകൂടി ആ നോട്ടീസ് പീരീഡും കഴിയുന്നു. എന്നുവെച്ചാൽ ഈ പറയുന്ന പലിശ അടക്കം ബില്ലടയ്ക്കേണ്ട ഡേറ്റ് 15 ദിവസം കഴിഞ്ഞിട്ടാണ് വെക്കാറ്. അതും കൂടി കഴിയുന്നതോടുകൂടി ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് പിന്നെ 15 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഡിസ്കണക്ഷൻ ഡേറ്റ് വരുന്നത്. ഡിസ്കണക്ഷൻ ഡേറ്റ് കഴിഞ്ഞാൽ പ്രത്യേകം നോട്ടീസ് കൊടുക്കാതെ അത് കട്ട് ചെയ്യാൻ കഴിയും. അത് നോർമലി ബില്ലടയ്ക്കാത്തതിൻ്റെ ഭാഗമായിട്ട്. സേഫ്റ്റി റെഗുലേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു പെർമിസസിൽ സേഫായി പണിയെടുക്കാൻ കഴിയാത്ത, സേഫായി വൈദ്യുതി വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ ആ പെർമിസസിൽ വിത്തൗട്ട് നോട്ടീസ് ഡിസ്കണക്ട് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്തതിൻ്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് ഉപഭോക്താവ് ഉണ്ടെങ്കിൽ ഉപഭോക്താവിന് നോട്ടീസ് കൊടുക്കുകയും ചെയ്യണമെന്നാണ്. മൂന്നാമത്, ഇലക്ട്രിസിറ്റി ആക്ടിൽ തന്നെ പഴയ ടെലിഗ്രാഫ് ആക്ട് 181 പ്രകാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരം വൈദ്യുതി ബന്ധം നൽകുകയോ വിച്ഛേദിക്കുകയോ അടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ അവസ്ഥ വെച്ച് പരിശോധിച്ചുകൊണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും ഈ പറയുന്ന രൂപത്തിൽ കണക്ട് ചെയ്യാനും കഴിയും. അത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അധികാരമാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ അദ്ദേഹത്തിന് നേരിട്ടല്ല, പലപ്പോഴും ADM ആണ് ആ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ചുമതല വഹിക്കാറ്. ഈ 3 നിലയിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ കഴിയും. വൈദ്യുതി ബന്ധം ലൈൻ വലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് മനസ്സിലായി. അജ്മലിന്റെ വീട്ടിൽ രണ്ടാമത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് ഏത് ചട്ടപ്രകാരമാണ്? രണ്ടാമത്തെ ചട്ടപ്രകാരമാണ്. അതായത് സേഫായ കൺഡ്യൂസീവായ അറ്റ്മോസ്ഫിയറിൽ അവിടെ വൈദ്യുതി ബന്ധം നിലനിർത്താൻ കഴിയുന്ന സാഹചര്യമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സേഫ്റ്റി വീട്ടിലില്ല എന്നോ? അതായത് വൈദ്യുതി ബന്ധം അവിടെ കൊടുക്കുന്നത് സുരക്ഷയെ ബാധിക്കുമെന്നുള്ളതാണോ KCB കണ്ടെത്തിയത്? അതെ, വൈദ്യുതി ജീവനക്കാരന് 24 മണിക്കൂറും ഒരു വൈദ്യുതി ബന്ധമുള്ള പെർമിസസിൽ മീറ്റർ വരെയുള്ള വൈദ്യുതി ലൈൻ എന്ന് പറയുന്നത് വൈദ്യുതി ബോർഡിൻ്റെ സ്വത്താണ്. ഇദ്ദേഹത്തിന് വൈദ്യുതി ബന്ധം കൊടുത്തിരിക്കുന്നത് റോഡിൽ നിന്ന് വീട്ടിലേക്ക് ലൈൻ വലിച്ചിട്ടാണ്. അങ്ങനെ മനസ്സിലായില്ല സുരേഷ് കുമാർ? അതായത് സേഫ്റ്റി മെഷേഴ്സിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് ജീവനക്കാരന്റെ സേഫ്റ്റിയെ ബാധിക്കും എന്നതുകൊണ്ട് KCB ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു എന്നാണോ? ജീവനക്കാരന്റെ സേഫ്റ്റി അടക്കം കൺഡ്യൂസീവായി ഒരു സംശയം. നിലവിൽ ബില്ലടച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതിന് ശേഷം ഓഫീസിലെത്തി അതിക്രമം കാണിച്ച മകൻ, ഒരു നിമിഷം അല്ലല്ല, ഒരു നിമിഷം അങ്ങ് കേൾക്കൂ. ഈ രണ്ടാമത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത് ഓഫീസിലെത്തി അതിക്രമം നടത്തിയതിന്റെ പേരിലാണല്ലോ. ഓഫീസിലെത്തി അതിക്രമം നടത്തിയതിനു ശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് ഏതു ജീവനക്കാരന്റെ സുരക്ഷാ പ്രശ്നത്തെ മുൻനിർത്തിയാണ്? വൈദ്യുതി ഫീൽഡ് ജീവനക്കാരൻ്റെ സുരക്ഷ, അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ലൈനിൽ വൈദ്യുതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ലൈന് മുതൽ, അതായത് റോഡിലുള്ള ലൈന് മുതൽ അദ്ദേഹത്തിൻ്റെ പെർമിസസ് മീറ്റർ വരെയുള്ള വൈദ്യുതി ലൈൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്വത്താണ്. ആ മേഖലയിൽ വൈദ്യുതി ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രവൃത്തി ഏതെങ്കിലും സമയത്ത് എടുക്കേണ്ടി വന്നാൽ പ്രവൃത്തി എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ ആ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു സിനിമാ തിരക്കഥാകൃത്തിനേക്കാൾ ഭാവനാത്മകമാണ്. താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു MG സുരേഷ് കുമാർ. അതായത് ഇപ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് KCB ജീവനക്കാരന് വരും ദിവസങ്ങളിൽ അവിടെ വൈദ്യുതി ബന്ധം കൊടുക്കുന്നത് കൊണ്ട് സുരക്ഷാ ഭീഷണി നേരിടാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ CMD അതിനെ വിച്ഛേദിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഈ വൈദ്യുതി കണക്ഷൻ അജ്മലിന്റെ പേരിലാണ്.
നിലവിൽ ഈ അജ്മലിന്റെ പിതാവ്, അതായത് ഈ കൺസ്യൂമറുടെ പേരിൽ എന്തെങ്കിലും കേസ് ഏതെങ്കിലും കോടതിയിലുണ്ടോ ശ്രീ എം ജി സുരേഷ്? ഈ കൺസ്യൂമറുടെ പേരിലുണ്ടോ ശ്രീ എം ജി സുരേഷ്? ഉണ്ട്. ഈ കൺസ്യൂമറിൻ്റെ പേരിൽ തന്നെ 2022 വൈദ്യുതി ബന്ധം ഇതുപോലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ചെന്നപ്പോൾ അവിടെ പ്രശ്നമുണ്ടാക്കിയതിൻ്റെ ഭാഗമായി ഈ പറയുന്ന റസാഖിന് വീട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിന് പോകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സംരക്ഷണത്തിൽ പോയി കട്ട് ചെയ്യേണ്ട സാഹചര്യം 2022 ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുമ്പും പലതവണ കേസ് എടുത്തിട്ടുണ്ട് ഈ കൺസ്യൂമറിന്റെ പേരിൽ. കേസ് FIR ഇട്ട് ആ FIR-ന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പറയുന്ന പോലെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടാണ് അന്ന് ആ പ്രശ്നം ഉണ്ടായത്. ആ കേസ് പിന്നീട് പ്രൊസീഡ് ചെയ്യപ്പെട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. കേസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പരാതി KCBക്ക് ഇല്ലായിരുന്നു തുടർന്ന്. അതായത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പരാതിയും ഇല്ല. നേരത്തെ കൊടുത്തൊരു കേസ് ആ KCB തുടരുന്നില്ല. ആ കൺസ്യൂമറിന്റെ മകൻ ചെയ്ത കുറ്റത്തിന് വൈദ്യുതി കണക്ഷൻ ഏകപക്ഷീയമായി വിച്ഛേദിച്ചിട്ട് ശ്രീ എം ജി സുരേഷ് പറയുന്ന ന്യായം, ഇനി വരും ദിവസങ്ങളിൽ ഈ KCBയുടെ ഉദ്യോഗസ്ഥർ അവിടെ പോയി പരിശോധന നടത്തുമ്പോൾ സുരക്ഷാ ഭീഷണി വരുമെന്നുള്ളത് കണ്ട് ബില്ലടച്ചതിനു ശേഷം ഒരു ചട്ടത്തിൻ്റെയും പിൻബലമില്ലാതെ അത് വിച്ഛേദിച്ചിരിക്കുന്നു. അത് താങ്കൾ പറയുന്നത് സേഫ്റ്റി മെഷേഴ്സാണ്. ശ്രീ എം ജി സുരേഷ്, ആ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് KCBയിലെ ഈ വൈദ്യുതി കണക്ഷൻ മൂലം ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി എന്ന അർത്ഥത്തിലല്ലേ റെഗുലേഷനിൽ പറയുന്ന സുരക്ഷയെക്കുറിച്ച് പറയുന്നത്? ഈ ഉദ്യോഗസ്ഥന്റെ സുരക്ഷ നോക്കേണ്ടത് പോലീസല്ലേ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഏതെങ്കിലും ഒരു കൺസ്യൂമർ അക്രമം നടത്തിയാൽ നിലവിൽ അതിന് വകുപ്പ് KSCBയുടെ ആക്ട് പ്രകാരമാണോ നടപടിയെടുക്കുക, അതല്ല IPC പ്രകാരമാണോ നടപടിയെടുക്കുക? അരുണ് നേരത്തെ ഈ പറയുന്ന രൂപത്തിൽ നിയമവിരുദ്ധമാണ് അവിടെ കണക്ഷൻ കട്ട് ചെയ്തത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ പറയുന്ന കാര്യത്തിൻ്റെ ഒരു പൊതുസ്ഥിതിയിൽ നിന്നുകൊണ്ടല്ല. അങ്ങനെ അല്ലാതെയാണ് ആ കാര്യത്തിനകത്ത് ഇത് നിയമവിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്. സ്വാഭാവികമായും നിയമപരമായി ഇത്തരത്തിലൊരു പ്രൊവിഷൻ കൂടി ഉണ്ട് എന്ന് അരുണിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ ന്യായീകരിക്കാൻ വേണ്ടിയല്ല. ഈ KSCBയിലെ ഉദ്യോഗസ്ഥന് ശാരീരികമായ ഭീഷണിയോ അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണിയോ ഉണ്ട് എന്നതിന്റെ പേരിൽ ഒരു കണക്ഷൻ വിച്ഛേദിക്കാനുള്ള അവകാശമുണ്ടോ? ആ കണക്ഷൻ ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായി അപകടമുണ്ടാക്കുന്നു എന്നതിനും അപ്പുറം നോക്കൂ അരുൺ, ഈ സുരേഷ് കുമാറിലൂടെ പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ ഡ്യൂ ഉണ്ടാകുന്ന ഒരു കാരണമാണ്. മറ്റു കാരണങ്ങൾ ഞാൻ പറയാം. അത് വിശദീകരിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നോട്ടിഫിക്കേഷനിലാണ്. അതിൻ്റെ സെക്ഷൻ 138 പറയുന്നൊരു കാര്യം, സെക്യൂരിറ്റി ഇൻസഫിഷ്യൻ്റ് ആവുക, അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഡിഫോൾട്ട് ഉണ്ടാവുക, ഇലക്ട്രിസിറ്റിയിൽ എന്തെങ്കിലും തെഫ്റ്റ് ഉണ്ടാവുക, അതല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് ഹസാർഡോ സെക്യൂരിറ്റി റിസ്ക്കോ ഉണ്ടാവുക, മീറ്ററോ എക്യുപ്മെൻറ്റോ പോലുള്ള കാര്യങ്ങൾ മോഷ്ടിക്കുക, അതല്ലെങ്കിൽ അത് ആൾട്ടർ ചെയ്യുക, എന്തെങ്കിലും തരത്തിൽ എനർജി സപ്ലൈയിൽ ഈ പറയുന്ന കൺസ്യൂമർ ഒരു പ്രശ്നം ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ 138F അല്ലെങ്കിൽ G പറഞ്ഞ കാര്യമാണ് അദ്ദേഹം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതെന്നാണ്. ആ സെക്ഷൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഹസാർഡുകളോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസോ ഉണ്ടാകുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സെക്യൂരിറ്റി ഇഷ്യൂ ആവുന്നത്? നമുക്കിവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? നമുക്കറിയാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വീട്ടിലുണ്ടായ വൈദ്യുതി ഇപ്പോഴില്ല. റസാഖിൻ്റെ പിതാവിൻ്റെ വീട്ടിലുണ്ടായ വൈദ്യുതി ഇപ്പോൾ കണക്ഷൻ ഇപ്പോൾ ലഭിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു അക്രമ സംഭവം ഉണ്ടായെന്ന് പറയുന്നു. അത് നമ്മുടെ കയ്യിലില്ല, നമുക്ക് മുമ്പിലുള്ള കാര്യമല്ല, അത് കോടതിയിൽ തെളിവായി വരേണ്ട കാര്യമാണ്. ഇത് രണ്ടും FIR ആണ്. നേരത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ ഒരു FIR ഉണ്ടായാൽ ആ FIR-ൽ പരാതിക്കാരൻ ഉറച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് ഒരർത്ഥത്തിലും അത് റഫർ റിപ്പോർട്ട് പോലീസിന് വെക്കാനാവില്ല. പരാതിക്കാരൻ്റെ മൊഴിയുണ്ട്, സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ കേസിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണം. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയട്ടെ. സുരേഷ്, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടോ ഈ കൺസ്യൂമർ ഈ അജ്മലിന്റെ പിതാവിനെതിരെ? അജ്മലിൻ്റെ പിതാവിനെതിരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ല. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ല എന്നതിന്റെ അർത്ഥം KSCB ആ പരാതി പിൻവലിച്ചു എന്നല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ KSCB വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ KSCBക്ക് ലഭിച്ചിരുന്നോ? ഇതിനകത്ത്
KSEB ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് വൈദ്യുതി ബോർഡ് CMD ബിജു പ്രഭാകർ നൽകിയിട്ടുള്ള നിർദ്ദേശമാണ്. നിങ്ങളുടെ മുമ്പിലൊക്കെ ഉത്തരവ് ആ ഉത്തരവ് ഞാൻ പറയും. അതായത് അരുണെ ഞാൻ പറയുന്നത് മുഴുമിപ്പിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ പറഞ്ഞു തീർക്കാം. കാരണം വെച്ചാൽ ഈ തിരിച്ച് നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി എനിക്ക് പറയാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. അതിന് തുടർച്ചയുണ്ടായാൽ ഞാൻ പറയാം. അതായത് ഇതിൻ്റെ നിയമപരമായ സാധുത ഇന്നതാണ് എന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് നിങ്ങൾ ഉന്നയിക്കുന്ന കൺസേൺസ് യഥാർത്ഥത്തിൽ ഒരു ഹീറോയിസത്തിൻ്റെ ഭാഗമായി കൈകാര്യം ചെയ്യേണ്ടതല്ല എന്ന ബോധ്യം എനിക്കും ഇക്കാര്യത്തിൽ നന്നായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നന്നായിട്ടുണ്ടാകുമ്പോഴും അവിടെയുള്ള സർക്കംസ്റ്റാൻസസ് മനസ്സിലാക്കാതെ നമ്മൾ ആ കാര്യത്തെ പരിശോധിക്കുന്നത് നിരന്തരമായി ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സുരേഷ്, താങ്കൾ പറഞ്ഞ സർക്കംസ്റ്റൻസ് എന്താണ്? നിലവിൽ അജ്മൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു. ആ ക്രൈം പ്രകാരം PDPP ആക്ട് അടക്കം ചുമത്തി ഈ അജ്മലിനെ ഇപ്പോൾ റിമാൻഡിലാക്കിയിരിക്കുന്നു. എന്റെ ചോദ്യം കേൾക്കൂ. അപ്പോൾ നിലവിൽ അജ്മലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു PDPP ആക്ട് പ്രകാരം. അപ്പോൾ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു, അതിന്മേലൊരു നടപടി ഉണ്ടായിരിക്കുന്നു, കഴിഞ്ഞല്ലോ. ഇനി ഈ പിതാവിന്റെ പേരിലാണ് കണക്ഷൻ. പിതാവ് ഈ KSEB ജീവനക്കാരെ 6-ാം തീയതി 5-ാം തീയതി ആക്രമിച്ചിട്ടില്ല, 4-ാം തീയതിയും ആക്രമിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി നിലവിൽ പഴയ FIR അല്ലാതെ പുതിയൊരു FIR ഇദ്ദേഹത്തിൻ്റെ പേരിലുമില്ല. അപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അജ്മൽ. പിന്നീട് എന്തിനാണ് വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് അവിടെ ഈ പറയുന്ന കണക്ഷൻ വിച്ഛേദിക്കുന്നതുമായിട്ടുള്ള തർക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴായി മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെയുള്ള AE അല്ല നേരത്തെ അവിടെ ഉണ്ടായിരുന്ന AE. അവിടെ പല ഉദ്യോഗസ്ഥന്മാരും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കമേഴ്സ്യൽ കണക്ഷൻ 10 ഈ പറയുന്ന ഡൊമസ്റ്റിക് കണക്ഷൻ 1 അടക്കം 11 കണക്ഷൻ ഉണ്ട്. ഈ 11 കണക്ഷൻ്റെയും പല ദിവസങ്ങളിലുള്ള ഈ പറയുന്ന സമയങ്ങളിലൊക്കെ ഈ ഫീസ് ഡ്യൂ ഉണ്ട് എന്നൊരു പരാതി ഇല്ല. എന്റെ ചോദ്യത്തിലേക്ക് താങ്കൾ ആ പഴയതിലേക്ക് പോകല്ലേ? ബില്ല് അടച്ചു കഴിഞ്ഞു, 8000 രൂപയുടെ ബില്ല് അടച്ചു. ഇനി എന്തിനാണ് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തത്? എനിക്കിതിനകത്ത് പഴയതിലേക്ക് പോകാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ തിങ്കളാഴ്ച എങ്ങനെ ഫീസ് ഡിസ്കണക്ട് ഇനി പറയൂ, ബില്ലടച്ചതുകൊണ്ട് മാത്രം ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരന് കണ്ട്യൂസീവായി പണിയെടുക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഇല്ലാത്തത്, അദ്ദേഹത്തിന്റെ പണിയെടുത്ത് ജീവിക്കാനുള്ള മനുഷ്യാവകാശം പ്രശ്നം സർ, എനിക്ക് മനസ്സിലാക്കാം. നിങ്ങളിത് വൈദ്യുതി ബന്ധം ഡിസ്കണക്ട് ചെയ്തത് ഓഫീസിൽ നടത്തിയ അക്രമത്തിന്റെ പേരിലാണ്. ഓഫീസിൽ അക്രമം നടത്തിയതിന് പോസ്റ്റിൽ കയറി നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുന്നത് എന്തിനാ? കാരണം ആ പെർമിസസിലേക്ക് വൈദ്യുതി ബന്ധം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ആ പെർമിസസിൽ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി മാത്രമല്ല പെർമിസസിൽ പോകേണ്ടി വരിക. അവിടെ വൈദ്യുതി ബന്ധം ഉണ്ടെങ്കിൽ ആ മീറ്റർ വരെയുള്ള വൈദ്യുതി ലൈനിൻ്റെ സുരക്ഷയടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്താൻ നിരന്തരമായി ആ ലൈൻ ഇൻസ്പെക്ട് ചെയ്യാൻ ഉത്തരവാദപ്പെട്ട ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സുരേഷ് കുമാർ, ഔദ്യോഗികമായ കർത്തവ്യം തടസ്സപ്പെടുമെന്ന് ഭയപ്പെടുന്നു, അതല്ലേ താങ്കൾ പറയുന്ന പോയിന്റ്? ഭയപ്പെടുന്നു എന്നുള്ളതല്ല, പിന്നെന്താ? നിങ്ങൾ മനസ്സിലാക്കൂ, അവിടെ ഇപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പറയുന്ന മറിയം വൈദ്യുതി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നൽകിയിട്ടുള്ള പരാതി എന്താണ്? നോക്കൂ, അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ താങ്കൾ നിയമപരമായിട്ടാണ് താങ്കളുടെ ഇടപെടലുകൾ ചോദിക്കുന്നത്. സുരേഷ് കുമാർ, താങ്കൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഭാവിയിൽ KSEB ഉദ്യോഗസ്ഥർക്ക് ആ വീടിന്റെ കണക്ഷനുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നതിന് തടസ്സമുണ്ടാകുമെന്ന് ഭയപ്പെടുന്നു. അത് അവരുടെ സുരക്ഷയെ ബാധിക്കുന്നു. ഈ വിഷയം നിലവിലൊരു ലോ ആൻഡ് ഓർഡർ വിഷയമാണോ? ഭയപ്പെടുന്നു എന്നല്ല
അങ്ങനെ തടസ്സമുണ്ടാകുമെന്ന് അനുഭവത്തിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ചട്ടപ്രകാരം KCBക്ക് നടപടിയെടുക്കാൻ സാധിക്കുമോ? അതല്ല, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പോലീസിന്റെ സുരക്ഷയാണോ നിങ്ങൾ തേടേണ്ടത്? ഔദ്യോഗിക കൃത്യനിർവഹണം, ഓഫീസിൽ വന്ന് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുന്നതിന് പോലീസിന്റെ സുരക്ഷയാണ് തേടേണ്ടത്. പോലീസിൽ പരാതിയാണ് കൊടുക്കേണ്ടത്. പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. PDPP ആക്ട് പ്രകാരം അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടി സ്വീകരിച്ചതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കം ഇല്ല. പക്ഷേ ആ പെർമിസസിൽ ഈ വൈദ്യുതി ബന്ധം തുടർന്ന് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് അവിടെ വീണ്ടും അക്രമം ഉണ്ടാവില്ല എന്ന ഉറപ്പുണ്ടാകണം എന്നൊരു സമീപനമാണ് നിയമപരമായി തന്നെ പരിശോധിക്കപ്പെടും. എന്റെ മകൻ ഒരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്. എന്റെ മകൻ ചെയ്ത കുറ്റകൃത്യത്തിന് എന്നെ നിങ്ങൾ ശിക്ഷിക്കുന്നത് എന്തിനാണ് സുരേഷ് കുമാർ? അതിനകത്ത് ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പം ഇവിടെ ചർച്ച കൂടിയാണ്. അങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR-നകത്ത് പിതാവിന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ? FIR-നകത്ത് പിതാവിന്റെ പേരല്ല ഞാൻ പറഞ്ഞത്, മറിയത്തിന്റെ കേസാ പറഞ്ഞത്. നോക്കൂ, മറിയത്തിന്റെ പേര് ഇതിനകത്ത് FIR ഉൾപ്പെട്ടിട്ടുണ്ടോ? മറിയത്തിന്റെ പേര് FIR ഉൾപ്പെട്ടിട്ടുണ്ടോ? മറിയത്തിന്റെ പേര് സ്വാഭാവികമായിട്ട് FIR-ന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അത് ഓഫീസ് ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടല്ല, ആ പെർമിസസിൽ ഈ സംസ്ഥാനത്തിന്റെ പേര് വെള്ളരിക്കപ്പെട്ടണമെന്നല്ല MG സുരേഷ് കുമാർ. അങ്ങനെ താങ്കൾ വാദിക്കല്ലേ. ചട്ടപ്രകാരം താങ്കൾ പറയൂ. ചട്ടപ്രകാരം ഏത് ചട്ടമനുസരിച്ചാണ് ഡിസ്കണക്ട് ചെയ്തത്? താങ്കൾ പറഞ്ഞു സുരക്ഷ. അതല്ല എന്നുള്ളത് ഇവിടെ അഡ്വക്കേറ്റ് വ്യക്തമാക്കി. ആ സുരക്ഷ ജീവനക്കാരന്റെ സുരക്ഷയല്ല, ജീവനക്കാരന്റെ ആരോഗ്യപരമായ സുരക്ഷയാണെങ്കിൽ ശരി, മനസ്സിലാക്കാം. അതല്ല, നിങ്ങൾ ഭയക്കുന്നു ഔദ്യോഗിക കൃത്യനിർവഹണ തടസ്സമാണെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് പോലീസാണ്. അപ്പോൾ പോലീസിന്റെ പരാജയം, പോലീസ് പരാജയമാണെന്ന് KCB പറയുന്നു, KCB ചെയർമാൻ പറയുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിന് മുമ്പ് കോൺഗ്രസ് പ്രതിനിധി പറയുമ്പോൾ നമുക്കൊപ്പമുണ്ട്. ഞാൻ ആദ്യം താങ്കൾ തുടരണം ദയവ് ചെയ്ത് സുരേഷ്. നമുക്കതിനകത്ത് കുറച്ച് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. തീർച്ചയായും അങ്ങയോട് ചോദ്യങ്ങൾ ഉണ്ടാവും. അതിന് സ്വാഭാവികമായി അങ്ങ് നൽകുന്ന ഉത്തരങ്ങൾ നമ്മൾ കേൾക്കുന്നു, പ്രേക്ഷകരും അത് കേൾക്കുന്നു. പ്രേക്ഷകർ വിലയിരുത്തട്ടെ അങ്ങ് പറയുന്നതിലെ ലോജിക്ക് എന്താണ്, നിയമപരമായിട്ടുള്ള അതിന്റെ വശം എന്താണ്. നിജേഷ് അരവിന്ദ് നമുക്കൊപ്പം ചേരുന്നു. നിജേഷ് അരവിന്ദ്, KCBയുടെയും ഇപ്പോൾ MG സുരേഷിന്റെയും വിശദീകരണം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? KCBയിലെ ഉദ്യോഗസ്ഥരുടെ ജീവനും അവരുടെ ആരോഗ്യവും സംരക്ഷിക്കാൻ വേണ്ടി ആ പ്രിമൈസസിൽ ഇനി അവർ പോയി ജോലി ചെയ്യുന്നത് അപകടകരമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് KCB കണക്ഷൻ വിച്ഛേദിച്ചു. അതാണ് KCB നൽകുന്ന വിശദീകരണം. തൃപ്തരാണോ നിങ്ങൾ ഈ വിശദീകരണത്തിൽ? അല്ല, ഇതിനെ ഞങ്ങൾ ഒറ്റവാക്കിൽ തെമ്മാടിത്തം എന്നാണ് പറയുക. ആ തെമ്മാടിത്തമാണ് തിരുവമ്പാടിയിലെ KCB ചെയ്തിരിക്കുന്നത്. അതിന് ഏതറ്റം വരെയും പോയി നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാണ്. ഇന്ന് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ് ഉൾപ്പെടെയുള്ള ആളുകൾ KCBയുടെ മുന്നിൽ സമരമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സമരം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ അജ്മൽ ചെയ്ത തെറ്റ്? അജ്മൽ ഈ KCBക്കെതിരെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇതാ ഏപ്രിൽ മാസം വിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണിത്. പണ്ടൊക്കെ സർക്കാർ പവർ കട്ട് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുമായിരുന്നു, ഇപ്പോൾ പറയാതെ രാത്രി ഓഫാക്കുന്നു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനിടയ്ക്ക് മെയ് മാസം 29 അദ്ദേഹം പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ അരുണ് കാണണം. അത് ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വളരെ ലളിതമാണ്. അദ്ദേഹം പറഞ്ഞത്, തൊഴിലില്ലാത്ത ആളുകൾ പുറത്ത് തെണ്ടി നടക്കുമ്പോൾ റിട്ടയർ ചെയ്ത ആളുകളെ ഇതിനകത്ത് ഉദ്യോഗസ്ഥരാക്കുന്നു. ഇത് ചതിയാണ് എന്ന് മെയ് മാസം 29 ഈ അജ്മൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അന്ന് മുതലേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അജ്മലിനെ പൊതുപ്രവർത്തകനാണ്. ഈ നാട്ടിലെ സർക്കാരിൻ്റെ ഇയാളെ പോലെയുള്ള വെള്ളാനകൾ ഇതിനകത്ത് കയറിയിരിക്കുന്നതിനെ എതിരെ പ്രതികരിച്ചു. അന്ന് മുതലേ നോട്ട് ചെയ്ത് വെച്ചു. നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്താണ്, അവസരം കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. എന്തേ 2022 FIR മുന്നോട്ട് പോയില്ല? FIR ഇട്ട കോടതിയല്ലേ തീർക്കേണ്ടത്? അത് ചെയ്തില്ലല്ലോ. അജ്മൽ ഇന്നലെ കയറി. അതിന്റെ ശരിയും തെറ്റും കോടതി പറയട്ടെ. ഞങ്ങൾക്ക് മുണ്ട് അജ്മലിനെ ഇന്നലെ 20ഓളം ആളുകൾ ചേർന്ന് മർദ്ദിച്ചതാണ് എന്നാണ് അജ്മൽ ഇന്ന് ജയിലിൽ നിന്ന് പറഞ്ഞത്. അതിന്റെ എല്ലാ തെളിവും ആ ഫോണിനകത്ത്, അദ്ദേഹത്തിന്റെ ഫോണിനകത്ത് KCBക്കാരൻ എറിഞ്ഞ് പൊട്ടിക്കാൻ ശ്രമിച്ച ഫോണിനകത്തുണ്ട്. പോലീസാ റിക്കവർ ചെയ്തെടുത്തത്. കറിയെടുത്തൊഴിച്ചതേ ഞാൻ ചെയ്ത് തെറ്റുള്ളൂ എന്ന് കിലുക്കത്തിലെ രേവതിയാണ് ഓർമ്മ വന്നത്. അല്ല, അജ്മൽ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഒരു വീടിനകത്ത് കറണ്ട് പണം അടച്ചതിന് ശേഷവും അത് നിഷേധിക്കുന്നു. അത് നിഷേധിച്ചതിലെ പ്രതിഷേധം അയാൾ ഒരു യുവാവിനെ കാണിച്ചു. അയാൾ ഫോൺ എടുത്ത് പൊട്ടിച്ചു. വൈദ്യുതി ബന്ധം കണക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു.
അതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുക്കുന്നു. ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ KSEB ഓഫീസിൽ എന്ത് അധികാരത്തിലാണ് ഇവർ പോയത്? ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് പോലീസ് ഓഫീസിലല്ലേ? KSEB ഓഫീസിൽ പോയത് ആ പരാതിയെ പറ്റി അന്വേഷിക്കാനാണ്. കാരണം അവിടെ അജ്മലിന്റെ ഉമ്മയുമായിക്കൊണ്ട് ഉമ്മ ഇവിടെ ഉണ്ടല്ലോ, ഉമ്മ നേരത്തെ ഒരു സോളാർ ലൈറ്റ് എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ ഒരു സോളാർ ലൈറ്റ്, അജ്മൽ സോളാർ ജോലി ചെയ്യുന്ന ഒരാളാണ്, സോളാർ ലൈറ്റ് ഉണ്ടായിരുന്നു, അത് ഇളക്കാൻ ശ്രമിച്ചു KSEB ഉദ്യോഗസ്ഥൻ. ഈ ഉമ്മ ചോദ്യം ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി. അതിന്റെ പേര് ഉമ്മ കേസ് കൊടുത്തിരുന്നു. ആ ഉമ്മയുടെ പരാതി അവസാനിപ്പിക്കണം. എന്താണ്? അജ്മലിനെതിരെ കേസ് എടുക്കണം. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും ഒരു ലോകത്തൊരിടത്തും കേൾക്കാത്ത രീതിയിൽ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ഇത് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇനി ഇത് ചെയ്യില്ല എന്ന് ഹെഡ്മാസ്റ്റർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതങ്ങനെ തന്നെ പറയണം. പക്ഷേ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവ് ഉത്തരവാദിത്വത്തോടു കൂടിയല്ലേ ഈ ഉദ്യോഗസ്ഥരുടെ പ്രിമൈസസിൽ പെരുമാറാൻ പാടുള്ളൂ? ഇപ്പോൾ PDPP ആക്ട് അടക്കം ചുമത്തി ജയിലിൽ കിടക്കുകയല്ലേ? 3 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയെന്നല്ലേ പറയുന്നത്? ചുരുങ്ങിയ പക്ഷം അദ്ദേഹമെങ്കിലും ആ ക്രൈം കൺഫസ് ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്റെ തലയിൽ അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുക? കോടതി തീരുമാനിക്കട്ടെ. അല്ല, അജ്മൽ ചെയ്ത തെറ്റ്, അജ്മലിന്റെ അന്നത്തെ വികാരം, ഞാൻ അധികാരത്തെ ന്യായീകരിക്കുന്നില്ല. ഒരു പിതാവിന്റെ 9 മരുന്നുകൾ കഴിക്കുന്ന ആളാണ്. നിങ്ങൾ മറിയത്തോട് ചോദിക്കുക, റസാഖ 9 മറിയത്തുകൾ കഴിക്കുന്ന ആളാണ്. മറിയുമ്മ ഇപ്പോൾ വരുന്ന വാർത്ത ഞാൻ മറിയുമ്മയെ അറിയിക്കുന്നു. വളരെ സന്തോഷപ്രകാരം ഉപാധികളില്ലാതെ വൈദ്യുതി ബന്ധം അല്പസമയത്തിനകം തന്നെ പുനഃസ്ഥാപിക്കും. ഒരു ഉപാധിയുമില്ല. സർക്കാർ വെച്ച് ഉപാധികൾ പിൻവലിച്ചിരിക്കുന്നുവെന്ന സന്തോഷ വാർത്ത മറിയുമ്മയെ റിപ്പോർട്ടർ TVയിലൂടെ അറിയിക്കുന്നു. റിപ്പോർട്ടർ TV മന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഉച്ചയ്ക്ക് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് വൈദ്യുതി ബോർഡ് ചെയർമാനോട് മന്ത്രി പറഞ്ഞു. മന്ത്രി പറഞ്ഞിട്ടും ചെയർമാൻ്റെ അമിതാവേശമാണ് തഹസീൽദാരെ നിങ്ങളുടെ വീട്ടിലെത്തിച്ചിരിക്കുന്നത്. തഹസീൽദാർ ചട്ടപ്രകാരമല്ല നിങ്ങളോട് ഈ മാപ്പപേക്ഷ നൽകിയിരിക്കുന്ന നോട്ടീസ്. അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് വൈദ്യുതി ബന്ധം ഇപ്പോൾ തന്നെ പുനഃസ്ഥാപിക്കുമെന്നാണ് റിപ്പോർട്ടർ TVയിലൂടെ ഞാൻ മറിയുമ്മയെ അറിയിക്കുന്നു. മറിയുമ്മ, സന്തോഷമായില്ലേ? അല്ല, സന്തോഷമായി. പക്ഷേ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട്? സന്തോഷമായിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഇപ്പോഴും വീട്ടിൽ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല. ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. അപ്പം എനിക്കൊരു ഇപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ഒക്കെ സമയമാണ്. അതിന് പോലും ഒരു അസൗകര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ. ഏതായാലും സന്തോഷമായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ശരി, ഇതിൽ തഹസീൽദാർ എന്താണ് വന്നപ്പോൾ മറിയുമ്മയോട് പറഞ്ഞത്? അവർ പറഞ്ഞത് ആ പേപ്പർ വായിച്ചിട്ട് അതിൽ ഒപ്പിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ആ പേപ്പറിൽ എന്തായാലും ഇനി മേലാൽ നമ്മളെ മക്കളൊരു ഉപദ്രവം ചെയ്യൂല എന്നുള്ള ഉറപ്പ് കൊടുക്കണം. അങ്ങനെയാണ് അതിലുള്ളത്. പിന്നെ ഇനി മേലിൽ അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ വാപ്പയമ്മയെ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് തഹസീൽദാർ സത്യവാങ്മൂലം നമ്മളെ കാണിച്ചത്. അതായത് മറിയുമ്മയും മറിയുമ്മയുടെ ഹസ്ബൻഡും ഇനി അത് ചെയ്യില്ലെന്നാണോ, മക്കളത് ചെയ്യില്ലെന്നാണോ, എന്താണ് ഒപ്പിട്ട് കൊടുക്കേണ്ടിയിരുന്നത്? മക്കൾ ചെയ്യുന്നില്ല, മക്കൾ ചെയ്യൂല എന്നുള്ള ഉറപ്പ് ഞങ്ങൾ കൊടുക്കണമെന്ന്. മക്കൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 24 വയസ്സല്ലേ മൂത്തയാൾക്ക്? മക്കൾ 24 അവന് 33 വയസ്സുണ്ട്. ഒരു നിമിഷം, ശ്രീ MG സുരേഷ് കുമാർ, 33 വയസ്സുള്ള ഒരു പൗരൻ ഒരു കുറ്റം ചെയ്താൽ പിതാവും മാതാവും ഇനി എൻ്റെ മകൻ ആ കുറ്റം ചെയ്യില്ല എന്ന് തഹസീൽദാരോട് ഒപ്പിട്ട് കൊടുക്കണം അത്രേ. എന്ത് കഥയാണ് ശ്രീ MG സുരേഷ് കുമാർ? ഒന്ന്, ഈ പ്രശ്നത്തിനകത്ത് പ്രശ്നം രമ്യമായി ഇപ്പോൾ തൽക്കാലം പരിഹരിക്കപ്പെടുകയും മറിയുമ്മയ്ക്കും കുടുംബത്തിനും അവിടെ വൈദ്യുതി കിട്ടുകയും ചെയ്തു എന്നുള്ളതിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞാനും സന്തോഷിക്കുന്നു. എനിക്കും വളരെ സന്തോഷമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ട്. അല്ല, ഞാനാണോ പറയുന്നത്? അബദ്ധങ്ങൾ ഉണ്ടാക്കുക, അമളിക്ക് പിന്നാലെ അമളികളുടെ പിന്നാലെ പോവുക, ഒടുവിൽ അതിനെ വ്യാഖ്യാനിക്കാൻ MG സുരേഷ് കുമാറിനെ പോലെ ക്രെഡിബിൾ ആയ ഒരു ഉദ്യോഗസ്ഥന് പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ MG സുരേഷിന് പറയേണ്ടി വരിക. ഞാനിങ്ങനെ MG സുരേഷ് കുമാർ ഡിഫൻസിലായി കണ്ടിട്ടില്ല. MG സുരേഷ് കുമാർ, താങ്കൾ സത്യസന്ധമായി പറയൂ, ആത്മാർത്ഥമായി പറയൂ, ഇത് ആ KSEBയുടെ ചെയർമാന്റെ ഭാഗത്തു നിന്ന് വന്ന അമിതാവേശത്തിന്റെ ഫലമല്ല. അരുണേ, ഞാനത് പറയട്ടെ. ഞാൻ ആദ്യം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു, യഥാർത്ഥത്തിൽ വൈദ്യുതി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരായാലും ഏത് സർക്കാർ ജീവനക്കാരായാലും
ഹീറോയിസം അല്ല നടപ്പാക്കേണ്ടത്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്താൽ നേരെ വെടിവെച്ച് കൊല്ലുക എന്നതല്ല നടപടി സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഇതിനകത്ത് വിജേഷ് അടക്കമുള്ളവർ ചർച്ചയിലുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം ഇത് കേവലമായി ഈ പറയുന്ന അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ എന്തോ ദോഷത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്ന പ്രശ്നമല്ല. ഇത് കുറേ കാലമായി അജ്മൽ അടക്കമുള്ള അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എടുത്തുപോയിരുന്ന സമീപനമാണ്. പ്രായോഗികമായി ഉദ്യോഗസ്ഥന്മാർ ഒരു പ്രശ്നത്തിനകത്ത് അവരുടെ ഔദ്യോഗിക ഡ്യൂട്ടി നിർവഹിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുണ്ടാകുന്ന ഇടപെടലുകൾ എന്ന് പറയുന്നത് ഈ തിരുവമ്പാടിയിൽ മാത്രമല്ല, ഇതിനെ മറ്റൊരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വലിയ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ കക്ഷി യൂത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറിയാണ് എന്നത് നിങ്ങളാരും യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം ചെയ്തത് വളരെ കൃത്യമായ നിയമപരമായ യെസ്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒട്ടേറെ ഈ പറയുന്ന രാഷ്ട്രീയവും അല്ലാത്തതുമായ പിന്നിലുണ്ട്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരള പോലീസിന്റെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തിരിക്കുന്ന വീട്ടിൽ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് അതേ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, ഇത് ഈ ക്രമസമാധാന പ്രശ്നം എന്ന് പറയുന്നത് കേവലമായി ഈ പറയുന്ന രൂപത്തിൽ ലോ ആൻഡ് ഓർഡറിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല ഞങ്ങൾ അതിനെ കാണുന്നത്. ഞാൻ അതാ പറഞ്ഞത്, നേരത്തെ ഞാൻ ഉന്നയിച്ച ഡിസ്കണക്ഷൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരൻ്റെ ജോലി ചെയ്യാനുള്ള അവകാശത്തിൻ്റെ മേലെയുള്ള പ്രശ്നം കൂടിയുണ്ട്. അത് അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഈ പ്രശ്നത്തിനകത്ത് എന്തായാലും അല്പസമയത്തുള്ള എനിക്കൊന്ന് ചർച്ച തീരുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിൽ വിളക്ക് തെളിയും എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഈ MG സുരേഷ് കുമാർ ചോദിച്ച ഒരു ചോദ്യം, എങ്ങനെയാണ് ആ ജീവനക്കാർ വിശ്വാസത്തോടെ വന്ന ആ വീട്ടിലെ വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പണിയെടുക്കുക? ആ ജീവനക്കാരൻ്റെ സുരക്ഷയെ മുൻനിർത്തി വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു. ഇതാണ് MG സുരേഷ് കുമാർ നൽകിയ വിശദീകരണം. നേരത്തെയും ഇതേപോലെ ഈ അജ്മലിൻ്റെ ഹസ്ബൻഡ്, അതായത് ഗൃഹനാഥൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. അതിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് KCB-കാർക്ക് പണിയെടുക്കുന്നതിന് ഒരു സുരക്ഷാ ഭീഷണിയുണ്ട്, അതുകൊണ്ട് കണക്ഷൻ വിച്ഛേദിച്ചു. ഇതാണ് MG സുരേഷ് കുമാർ പറഞ്ഞത്. അങ്ങനെ ഒരു ഭീഷണി നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നറിയുമോ? ഇല്ല, അങ്ങനെ ഭീഷണി ഇല്ല. ഇവിടെ ഞങ്ങൾ 15 വർഷത്തോളമായി ഞങ്ങൾ ഈ വീട് വെച്ച് ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഉപദ്രവമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ ഈ വീട്ടിൻ്റെ കറണ്ടോ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊന്നല്ല, കടയുടെ ഒരു മീറ്റർ ബോർഡിൽ നിന്ന് ഒരു വയറ് തൂങ്ങിക്കിടന്നിട്ട് ആ വയറ് രാവിലെ ഒരു KCB ഉദ്യോഗസ്ഥൻ പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അത് ഇങ്ങനെ തൂങ്ങിക്കിടക്കണ മീറ്ററിൻ്റെ ഉള്ളിലേക്ക് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഇതേപോലെ ഞങ്ങൾക്ക് വയറിങ്ങേറെ കിട്ടാത്തതുകൊണ്ട് കുറച്ച് താമസം വന്ന് തിരിച്ചയാൾ വൈകുന്നേരം വീണ്ടും വന്നിട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞ് ആ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേന് അത് ഇടുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഈ വന്ന വ്യക്തി നമ്മളെ വീട്ടിലേക്ക് അന്ന് വന്നിട്ട് നമ്മളെ വീടിൻ്റെ മുകളിൽ കൂടെ ഒരു വയറ് വലിച്ചിട്ടുണ്ട്, ഒരു AC-ൻ്റെ ഒരു കണക്ഷനായിട്ടുള്ള ആ വയറ് വന്നിട്ട് പിടിച്ച് വലിക്കുകയും ഇതേപോലെ തന്നെ അയാൾ നമ്മളുമായിട്ട് മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ട് ഞങ്ങളിവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അതടിസ്ഥാനത്തിൽ അവരെയും ഞങ്ങളെയും വിളിച്ചിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അത് ഓരോ ഭാഗത്തു നിന്ന് ആ വ്യക്തി തന്നെയാണ് ഇന്നലെയും ഇവിടെ വന്നിട്ട് പോസ്റ്റുമേ കയറിയിട്ട് ആ കണക്ഷന് ഒഴിവാക്കുന്നതും അതിന് വേണ്ടി എത്രമാത്രം ആത്മാർത്ഥതയിലാണ് അയാൾ ചെയ്തതെന്ന് പറയാൻ അറിയില്ല എനിക്ക്. നമ്മൾ കാല് പിടിച്ച് പറഞ്ഞിട്ടും അയാൾ കേട്ടില്ല. മറ്റൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു കൂടെ, അയാൾ പറഞ്ഞു അതിങ്ങനെ ഒരു ഓർഡർ വന്നതിന് മന്ത്രിതലത്തിൽ നിന്നുള്ള ഓർഡറാണ്, അപ്പോൾ അത് നടപ്പാക്കാതെ പറ്റൂല എന്ന് പറഞ്ഞ് ആ സമയത്ത് ഇയാളാണ് അതിന് മുൻകൈ എടുത്തിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കിയത്. ആ വ്യക്തി തന്നെയാണ് ഇതിൻ്റെ മുമ്പ് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി. ആ പ്രശ്നമാണ് നമ്മൾ ഈ സ്റ്റേഷനിൽ വെച്ചിട്ട് തീർപ്പാക്കിയത്. അയാൾ നമ്മളെ വീടിന്റെ മുകളിൽ കയറി ആവർത്തിച്ചു പോയത് ഒരു പ്രശ്നം വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ നമ്മളെ വീട്ടിൽ ഇപ്പൊ ഈ 15 വർഷമായി ഞങ്ങൾ ഇവിടെ
താമസം തുടങ്ങി. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടില്ല. ശബ്ദവിനിമയത്തിൽ ചെറിയ തടസ്സമുണ്ടായിട്ടുണ്ട്. ഞാൻ മറിയുമ്മയുടെ ചോദ്യം മറിയുമ്പോൾ കൃത്യമായി ഉത്തരം പറഞ്ഞു. ഞാൻ തിരിച്ചു വരാം. എം ജി സുരേഷ് തുടരണം. നിജീഷ്, താങ്കൾക്കെതിരെയുള്ള ആരോപണം യൂത്ത് കോൺഗ്രസിലുള്ള രാഷ്ട്രീയ ആരോപണം കൂടിയാണ് എം ജി സുരേഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിമും നമ്മുടെ ചർച്ചയിൽ തുടരുന്നു. ഈ ചർച്ച തുടങ്ങി 18 മിനിറ്റ് കഴിയുമ്പോഴേക്കും വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഉപാധികളൊന്നുമില്ലാതെയാണ് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരു ഉത്തരവ് കളക്ടർ കൊടുത്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. KCBയുടെ ഗുണ്ടാരാജു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിജേഷ് അരവിന്ദ്, ഇപ്പോൾ സുരേഷ് ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ യൂത്ത് കോൺഗ്രസ് സംഘടിതമായി KCBയിലെ ഉദ്യോഗസ്ഥരെ ഈ വിഷയത്തിന്റെ പുറത്ത് ആക്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് KCB പോകാൻ നിർബന്ധിതരായത് എന്നാണ്. പ്രശ്നം വ്യക്തിപരമല്ല, രാഷ്ട്രീയമാണ് എന്നാണ് എം ജി സുരേഷ് കുമാർ പറഞ്ഞത്. മറുപടി. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ശുദ്ധ നുണയാണ്. യൂത്ത് കോൺഗ്രസ് ഈ അജ്മലിൻ്റെ അറസ്റ്റും കഴിഞ്ഞ് ഇന്ന് മാത്രമാണ് സംഘടനാപരമായി ഈ വിഷയത്തിലേക്ക് ഇടപെട്ടിട്ടുള്ളത്. അജ്മലിന് അകാരണമായി റസാഖാന്റെ വീട്ടിലെ കറണ്ട് നിഷേധിച്ച സമയത്ത് മാത്രമാണ് ഇടപെട്ടുള്ളത്. ഇപ്പം ഞങ്ങളുടെ ബോസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സമരം ഇപ്പോഴാണ് നടക്കുന്നത്, അതിനുശേഷം മാത്രമാണ്. ഒന്ന്, പിന്നെ ഇവർ കിർമാണി മനോജിന്റെയും കൊടിസുനിന്റെ ഒക്കെ വീട്ടിൽ അവരുടെ അച്ഛന്റെ കത്ത് വാങ്ങിയിട്ടാണല്ലോ കറണ്ട് കണക്ഷൻ കൊടുക്കുന്നത്. വല്ലാതെ പറയണ്ട, തിരുവമ്പാടിയിലെ യൂത്ത് കോൺഗ്രസ് ഇതുവരെ ചെയ്തിട്ടില്ല. ഉറുമി പദ്ധതിക്ക് ചുറ്റും കോൺഗ്രസുകാരന്റെ വീടാ, യൂത്ത് കോൺഗ്രസുകാരന്റെ വീടാ. തിരുവമ്പാടിയിലാണല്ലോ ഉറുമി പദ്ധതി. നിങ്ങൾ പറ, ഒരിക്കലെങ്കിലും ഒരു കോൺഗ്രസുകാരനോ യൂത്ത് കോൺഗ്രസുകാരനോ നിങ്ങളെ തിരുവമ്പാടിയിലെ KSCB ഓഫീസിലേക്ക് ഉറുമി പദ്ധതി സ്ഥലത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് എന്ന്? ഇല്ലാത്ത കാര്യം പറയുന്നത്. നിങ്ങൾക്ക് വെള്ളാനയാണ്, നിങ്ങൾ വെള്ളാനയാണ്. 1, 1.5, 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങി ഇതിനകത്ത് റിട്ടയർ ചെയ്തവരെ വരെ കുടിയിരുത്തുന്ന വെള്ളാന, മന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കാത്ത വെള്ളാനയാണ് നിങ്ങൾ. തിരുവമ്പാടിയിലെ ജനത മണ്ണിൽ പണിയെടുക്കുന്ന വന്യമൃഗങ്ങളോട് പടവെട്ടിക്കൊണ്ട് അവിടെ അധ്വാനിച്ച് കയറി വന്ന കുടിയേറ്റ കർഷകന്റെ മണ്ണാണ്. ഇത് തമ്മിലുള്ളൊരു പോരാട്ടം മാത്രമാണ് നടക്കുക. അതുകൊണ്ട് അജ്മൽ എൻ്റെ വ്യക്തിപരമായ അടുത്ത സുഹൃത്താണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് അപ്പുറത്തേക്ക് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ കാലഘട്ടം വരെ അജ്മൽ ഇങ്ങനെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അജ്മലിന്റെ വാപ്പ റസാഖ് ഏതെങ്കിലും ഒരു കേസിൽ പെട്ടതായി നിങ്ങൾ പറഞ്ഞല്ലോ. 2022 FIR. അജ്മലിന്റെ വീട്ടിൽ ഈ ഉദ്യോഗസ്ഥൻ വളരെ നിര്യാതന ബുദ്ധിയോടുകൂടി നേരത്തെ മുതൽ അജ്മലിന്റെ വീട്ടിലെ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഈ ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കിയ പണിയാണിത്. ആ ഉദ്യോഗസ്ഥനാണ് അതിന്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അജ്മലിനെ ബോധപൂർവ്വം അവിടേക്ക് പ്രകോപിപ്പിച്ച് ഈ സംഘടനത്തിലാക്കി ജയിലിൽ അടച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമായത്. അവസാനം തഹസിൽദാരുടെ കത്ത്, കലക്ടറുടെ, ഞാൻ തഹസിൽദാരെ കുറ്റം പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥന്റെ ഉത്തരവ് അനുസരിക്കാൻ ബാധ്യതയുണ്ട്. കലക്ടറെ ഞാൻ കുറ്റം പറയുന്നില്ല. KSCBയുടെ ചെയർമാൻ കത്ത് കൊടുക്കുക. കേട്ടിട്ടുണ്ടോ കേരളത്തിനകത്ത് എപ്പോഴെങ്കിലും ഇതുപോലെ അച്ഛന്റെ കത്ത് വേണം, മക്കൾ കുറ്റം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ ഇന്ത്യയിൽ, ജനാധിപത്യ കേരളത്തിനകത്ത് കേട്ടിട്ടുണ്ടോ? നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ യോഗിയുടെ നാട്ടിൽ ബുൾഡോസർ രാജിന് സിന്ദാബാദ് വിളിക്കുന്ന ഇവരെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് കാരണം. ഇങ്ങനെ ഒറ്റപ്പെട്ട് അജ്മലിനെ സംരക്ഷിക്കാൻ, അജ്മലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഈ നിലവിൽ നിജേഷ് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ വിഷയത്തിൽ ഇന്നേ വരെ യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെയോ ഏതെങ്കിലും നേതാക്കൾ തിരുവമ്പാടിയിലെ KSCB ഓഫീസിൽ എത്തിയിട്ടുണ്ടോ? അവർ രാഷ്ട്രീയമായി ഇത് ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നീട് നമ്മൾ യൂത്ത് കോൺഗ്രസിനെതിരേക്ക് വലിച്ചിടാൻ പാടില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ് അജ്മൽ എന്നത് നമ്മൾ പറയുമ്പോഴും ഈ വിഷയത്തിനകത്ത് ഇന്ന് നടന്നിട്ടുള്ള ഈ വിഷയത്തിനകത്ത് ഇപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് എന്ന രൂപത്തിൽ, കോൺഗ്രസ് എന്ന രൂപത്തിൽ ഇടപെട്ടത് എന്നത് ശരിയാണെങ്കിൽ പോലും നേരത്തെ ഉണ്ടായിട്ടുള്ള ഇത് ഒന്നാമത്തെ തവണയല്ല ഈ പറയുന്ന പെർമീസസിൽ ഡിസ്കണക്ഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. 2022 FIR അതുപോലെ തന്നെ മറിയമ്മ പറഞ്ഞ കേസ്, മറിയമ്മയാണ് കേസ് കൊടുത്തതെന്ന് പറഞ്ഞത്. മറിയമ്മ കൊടുത്തത് ഇലക്ട്രിസിറ്റി ബോർഡ് അവിടെ ഡിസ്കണക്ട് ചെയ്യുന്നതിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് കൗണ്ടർ കേസ് എന്ന രൂപത്തിൽ അവരെ മറിയമ്മ കൊടുക്കാൻ കാരണം എന്താ? അവരെ ഉപദ്രവിച്ചു എന്ന രൂപത്തിൽ കേസ് കൊടുത്താൽ അത് വേറൊരു രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതുകൊണ്ടാണ്. ഇപ്പം 4-ാം തീയതി അവിടെ ഡിസ്കണക്ഷനുമായി ബന്ധപ്പെട്ട് 5-ാം തീയതി റീകണക്ഷൻ കൊടുക്കാൻ പോകുന്നത് ആ വീട്ടിലല്ല, ആ വീട്ടിൽ പുറത്ത് റീകണക്ഷൻ കൊടുക്കുമ്പോൾ ആ റീകണക്ഷൻ കൊടുക്കാൻ പോയതുമായി ബന്ധപ്പെട്ട് ഈ സ്വാഭാവികമാണ് ഇത്തരം കേസുകളിൽ. പക്ഷേ എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യം, ഈ 34 വയസ്സുള്ള അജ്മലിന് വേണ്ടി അജ്മലിന്റെ പിതാവും മാതാവും ഒപ്പിട്ട് കൊടുക്കണമെന്ന തലതിരിഞ്ഞൊരു ഉത്തരവ് ഈ സർക്കാരിന്റെ കാലത്ത് ഇറങ്ങിയതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ ഇതിൽ അതാണ് പറഞ്ഞത്. അജ്മൽ മാത്രമല്ല ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. ശ്രീ എം ജി സുരേഷ് കുമാർ, താങ്കളോടുള്ള എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ, ഞാൻ 2 FIRകളും വായിച്ചു. 2 FIRകളിലും മറിയുമ്മയുടെ പേരോ റസാഖിന്റെ പേരോ ഇല്ല.
മറിയുമ്മ അവിടെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ? മറിയുമ്മ കൊടുക്കുന്ന കേസിന് സെപ്പറേറ്റ് എഫ്ഐആർ അല്ലേ? അതെങ്ങനെയാണ് ഈ എഫ്ഐആറുമായി നിങ്ങൾ കണക്ട് ചെയ്യുക? KCB കൊടുത്തിരിക്കുന്ന പരാതിയും എടുത്തിരിക്കുന്ന 2 എഫ്ഐആറിലും റസാഖിന്റെ പേരോ മറിയുമ്മയുടെ പേരോ ഇല്ല. MG സുരേഷ് കുമാർ ആ കേസ് ഞാൻ പറഞ്ഞു വരുന്നത് ആ കേസ് എന്ന് പറയുന്നത് ഈ വിഷയത്തിന്റെ അകത്ത് ഉണ്ടാകുന്ന ഗൂഢാലോചനയുടെ സിമ്പൽ ആണെന്ന് ഞാൻ പറഞ്ഞത്. നോക്കൂ, അതെങ്ങനെയാണ് സുരേഷിന് ഇവിടെ നിന്ന് പറയാൻ കഴിയുക? അത് വിധിക്കേണ്ടത് സുരേഷാണോ? അത് വിധിക്കേണ്ടത് KCB ചെയർമാനാണോ? അത് വിധിക്കേണ്ടത് അവിടെ ഇരിക്കുന്ന തഹസിൽദാറാണോ? കോടതിയില്ലേ? ഈ സൂപ്പർ കോടതിയാണോ KCB? MG സുരേഷ് കുമാർ, താങ്കൾ വെറുതെ പ്രൊവോക്ക് ചെയ്യല്ലേ? ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൂപ്പർ കോടതിയായി MG സുരേഷ് കുമാർ ഗൂഢാലോചന ആരോപിക്കുന്നത് എങ്ങനെയാണ്? MG സുരേഷ് കുമാർ അറിയാവുന്ന കാര്യം അത് ഞാൻ പറഞ്ഞുതരാം. 2 എഫ്ഐആറുകൾ KCB കൊടുത്തിരിക്കുന്ന പരാതി പ്രകാരമുള്ള 2 എഫ്ഐആറുകൾ, അതിൽ മറിയുമ്മയുടെ പേരില്ല, അതിൽ റസാഖിന്റെ പേരില്ല. അത് വസ്തുത. അതിന് കൗണ്ടർ കേസ് കൊടുത്തു എന്നതും വസ്തുത. അതുകൊണ്ട് ഗൂഢാലോചനയാണെന്ന നിഗമനത്തിൽ KCB ചെയർമാൻ എങ്ങനെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും? എങ്ങനെ തഹസിൽദാർ 34 വയസ്സ് പിന്നിട്ടൊരു പൗരൻ ചെയ്ത കുറ്റകൃത്യത്തിന് ആ പൗരന്റെ രോഗിയായ അച്ഛന്റെ കയ്യിൽ നിന്ന് മാപ്പപേക്ഷ എഴുതി വാങ്ങും? അങ്ങനെ ഏത് ചട്ടം? അങ്ങനെ ഏത് നിയമം? അതായത് 138-ലെ സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രമീസസിലെ കൺസ്യൂമറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ആക്ടിൻ്റെ ഭാഗം മാത്രമല്ല സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്ന ആ കണക്ഷൻ ഉപയോഗപ്പെടുത്തുന്ന ആരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനവും സെക്യൂരിറ്റി ഇഷ്യൂ തന്നെയാണ്. ശരി, ആ കണക്ഷൻ ഉപയോഗപ്പെടുത്തുന്ന ആളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സെക്യൂരിറ്റി ഇഷ്യൂ എന്താ? താങ്കളൊന്ന് വിശദീകരിക്കൂ. വൈദ്യുതി ബന്ധം കൊണ്ടുണ്ടാവുന്ന സെക്യൂരിറ്റി പ്രശ്നം താങ്കളൊന്ന് വിശദീകരിക്കൂ. അജ്മൽ, എന്താണ് വൈദ്യുതി ഉപയോഗം കൊണ്ടൊരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാക്കിയത്? പറയും. അതാണ് ഞാൻ വളരെ കൃത്യമായി വിശദീകരിച്ചത്. വൈദ്യുതി ബന്ധം എന്ന് പറയുന്നത് കേവലമായി അവിടെ കണക്ഷൻ കൊടുത്ത് പോരുക എന്നത് മാത്രമല്ല ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വം. അവിടെ വൈദ്യുതി മീറ്റർ വരെയുള്ള പരിശോധനയിലോ നിരന്തരമായി അതുമായി ബന്ധപ്പെട്ട തുടർ കമ്മ്യൂണിക്കേഷനിലോ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്ത് അപകടമാണ് അജ്മൽ വരുത്താൻ സാധ്യതയുള്ളത്? താങ്കൾ അത് പറയൂ. അങ്ങനെയാണെങ്കിലല്ലേ ഡിസ്കണക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഉദാഹരണത്തിന് അദ്ദേഹം അവിടെ ആ വൈദ്യുതി ബന്ധം ഒരു ഷോക്ക് അടിപ്പിക്കാൻ ശ്രമിച്ചു. മനസ്സിലാക്കാം, നിരന്തരമായി ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളത് അക്രമം. MG സുരേഷ്, അക്രമത്തിന് നടപടി എടുക്കേണ്ടത് ആരാണ്? അക്രമത്തിന് നടപടി എടുക്കേണ്ടത് ആരാണ്? സ്വാഭാവികമായും അക്രമത്തിന് നടപടി എടുക്കേണ്ടത് പോലീസാണ്. പോലീസിന് പക്ഷേ ഭീഷണി നിലനിൽക്കുന്ന പണിയെടുക്കാൻ കഴിയാത്ത നടപടി എടുക്കേണ്ടത് പോലീസാണല്ലോ. ആ പോലീസ് ഈ മറിയുമ്മയുടെ വീടിന്റെ തൊട്ടടുത്താണല്ലോ. അപ്പൊ പോലീസ് നടപടി എടുക്കാത്തതിന് KCBക്ക് നടപടി എടുക്കാൻ കഴിയുമോ? MG സുരേഷ് കുമാർ, പോലീസ് നടപടി എടുത്തിട്ടില്ല എന്നല്ലല്ലോ പറഞ്ഞത്. അത്തരത്തിൽ നിരന്തരമായ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതുകൊണ്ട് അവിടെ ജീവനക്കാർക്ക് പണിയെടുക്കാൻ കഴിയാത്ത സുരക്ഷാ ഭീഷണി നിരന്തരം 2024 ജൂൺ മാസം 4-ാം തീയതിക്ക് മുമ്പ് എത്ര തവണ ഈ നിരന്തരം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്? ഒരൊറ്റ എഫ്ഐആർ അല്ലേ താങ്കൾ പറയുന്നത്? 2022 2 വർഷത്തിന് മുമ്പുള്ള ഒരു ഒഫൻസ് അല്ലാതെ 2 വർഷത്തിന് ശേഷം ഏതെങ്കിലും ഒരു കേസോ പരാതിയോ KCBക്ക് ഉണ്ടോ? അതായത് ഈ പറയുന്ന നിരന്തരം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസവും അവിടെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. പോലീസ് പരാതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് ഒരു 3 മാസം മുമ്പും ഇതേപോലെ കൊടുത്ത് തീർക്കുക എന്ന രൂപത്തിലല്ല സംഭവിച്ചിട്ടുള്ളത്. അല്ല, വെറുതെ പറയരുത്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ന്യായീകരിച്ച് മെഴുകേണ്ട ഇല്ല, വഴക്കുണ്ടാക്കാൻ പോരില്ലോ. അവനല്ല കറണ്ട് ബില്ലൊന്നും അങ്ങനെ അടക്കല്. ഞങ്ങളാണ് വീട്ടിലെ കറണ്ട് ബില്ല് അടക്കാറുള്ളത്. ഈ പ്രാവശ്യം മാത്രം അവൻ്റെ നമ്മളെ കടയിലുള്ള ആളെ ഏൽപ്പിച്ച് ചെയ്യാൻ പറഞ്ഞത് സമയം വൈകിപ്പോയതാണ്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു തെറ്റാണ് ഈ ഒരു ദിവസം വൈകിപ്പോയത്. നമ്മളങ്ങനെ അടക്കാൻ വൈകലോ ഒന്നും നമ്മളെ ഭാഗത്ത് ഉണ്ടാവില്ല. ഈ അജ്മലൊന്നും പോയിട്ട് അടക്കലും അങ്ങനെയൊന്നും ചെയ്യലുമില്ല. പൈസ ഓൺലൈനിലൊക്കെ അടക്കുകയാണെങ്കിൽ ഓരോ ഫോണിൽ നിന്ന് അത് അടച്ചു കൊടുക്കുന്നല്ലാതെ അവർ പോയ ഇവരുമായിട്ട് സംസാരിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല.
ഓക്കെ പറയുമ്പോ ഒന്ന് തുടരണം. ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് പറഞ്ഞില്ല, ഇബ്രാഹിം, ആ സുരേഷ് കുമാർ ആ പറയുന്നതിന് ഓഫീസിൽ നിയമപരമായ സാങ്ക്ടിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് ബോധ്യപ്പെട്ടോ? ഒന്ന് 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഓഫീസിൽ അതിക്രമം കാണിച്ചതിന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, അതിനുശേഷം സുരക്ഷ എന്നുള്ളത് ഉദ്യോഗസ്ഥന്റെ സുരക്ഷയായിട്ട് അതിനെ ബന്ധിപ്പിക്കുക, ഒടുവിൽ അദ്ദേഹം തന്നെ അക്രമം എന്ന് പറയുക. എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത് മുഹമ്മദ് ഇബ്രാഹിം അഭിഭാഷകൻ? ഇങ്ങനെ ഒരു തഹസീൽദാറിന്റെ ഒരു നീക്കം നിയമപരമായി നിലനിൽക്കുന്നതാണോ? അത് നിയമവിരുദ്ധമല്ലേ? നോക്കൂ അരുൺ, ഞാനൊരു കാര്യം പറയാം. ഇന്ന് നമ്മൾ ചർച്ച തുടങ്ങുന്നത് 7 മണിക്കാണ്. 7 മണി വരെ സുരക്ഷാ ഭീഷണിയുണ്ട്. 7:30 ആയപ്പോൾ സുരക്ഷാ ഭീഷണി കഴിഞ്ഞോ? അതാണ് എൻ്റെ ലോജിക്കലായ കൺക്ലൂഷൻ. കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഇത് ചർച്ച ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇന്ന് നാട്ടുകാർ ഇത് ചർച്ച ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഇങ്ങനെ ഒരു ഉണർവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ആ വീട്ടിൽ കറണ്ട് എത്തില്ലായിരുന്നു. ഇത് വസ്തുതയാണ്. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നിയമത്തിലേക്ക് വന്നാൽ സെക്ഷൻ 138 അദ്ദേഹം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. സെക്യൂരിറ്റി ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാകുന്നു, ഒരു ഹെൽത്ത് ഹസാർഡ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഒരു വൈദ്യുതി അവിടെ വിച്ഛേദിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, അവിടെ ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടാവും എന്ന് വരുമ്പോൾ നമ്മൾ മരത്തിൻ്റെ ചില്ലകൾ എടുക്കാറില്ലേ, ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ? അങ്ങനെയുള്ളൊരു സെക്ഷനെയാണ് അദ്ദേഹം വ്യാഖ്യാനിച്ച് സുരക്ഷാ പ്രശ്നമാക്കി മാറ്റിയിട്ടുള്ളത്. അത് വളരെ തെറ്റായ രീതിയാണ്. അദ്ദേഹം തന്നെ അത് പരിശോധിക്കട്ടെ, ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് എന്താണ്? 2 ഉത്തരവുകൾ ഇറങ്ങി. ഒന്ന്, ബിജു പ്രഭാകറിൻ്റെ ഉത്തരവ്. 2, ഇന്ന് വൈകിട്ട് സത്യവാങ്മൂലമായിട്ട് തഹസിൽദാറിൻ്റെ വഴിയെത്തിയിട്ടുള്ള ഉത്തരവ്. ഇത് രണ്ടും ഉദ്യോഗസ്ഥ രാജാണ്. ഇത് മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയാത്തത്? ഈ ഉദ്യോഗസ്ഥ രാജ്യം വേണ്ട രീതിയിൽ ചെറുക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ കുറേ നാളായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് കൺട്രോൾ ഇല്ലാതിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാം, അദ്ദേഹം ഒരു തൊഴിലാളി യൂണിയൻ നേതാവാണെന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ നടത്തുന്ന രാജിനെതിരെ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടി വരും. ഇവിടെ നടന്നിട്ടുള്ളത് നിയമവിരുദ്ധമാണ്. ഇവിടെ നടന്നിട്ടുള്ളത് ഒരു തരത്തിലായിരിക്കാമെന്നല്ല. എന്നോട് രാവിലത്തെ ഞങ്ങളുടെ മോർണിംഗ് ഷോയിൽ ഇതേ മന്ത്രിയും ഇതേ ഉമ്മയും നേരിട്ട് സംസാരിക്കുകയും ഉമ്മയ്ക്ക് ആ പ്രശ്നം പരിഹരിക്കാം, അതിനുള്ള പരിശോധിക്കാം എന്ന് വാക്ക് കൊടുത്തു പോവുകയും ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് ഞാൻ മിനിസ്റ്ററെ വിളിക്കുന്നു. മിനിസ്റ്റർ ചെയർമാന് നിർദ്ദേശം കൊടുത്തു പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞതിന് ശേഷം മന്ത്രി പോലും പറയുന്നതിന് മുകളിൽ ഉത്തരവിടുകയാണ് ഈ പറയുന്ന ചെയർമാൻ. അതാണ് അരുൺ ഞാൻ പറഞ്ഞത്, കൺട്രോൾ. ഈ പ്രശ്നം നേരത്തെ നമ്മുടെ വക്കീൽ ചോദിച്ച പോലെ, ഇബ്രാഹിം ചോദിച്ചതുപോലെ 7 മണിക്ക് ചർച്ച തുടങ്ങുമ്പോൾ സുരക്ഷ ഒരു വലിയ പ്രശ്നമായിരുന്നു. 7:20 ആയപ്പോഴേക്കും സുരക്ഷാ പ്രശ്നം അവസാനിച്ചു. ബോധ്യപ്പെട്ടോ സർക്കാരിന്? അതായത് ഇത് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന നിലയ്ക്കാണ് ഞാൻ അതിനെ കാണുന്നത്. ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. പരിഹരിക്കപ്പെട്ടുവെങ്കിൽ മറിയുമോ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, അജ്മൽ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, റസാഖ് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇത് രാവിലെ പരിഹരിക്കുന്നത് എന്തായിരുന്നു തടസ്സം? അല്ല മറിയുമോ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു ലെറ്റർ നിയമവിരുദ്ധമാണ് എന്ന് ഞാൻ പറയില്ല. എല്ലാ പ്രശ്നങ്ങളും ഈ പറയുന്ന നിയമത്തിൻ്റെ നൂലിൽ മാത്രമല്ല ഗവൺമെൻറ് എന്ന രൂപത്തിൽ പരിഹരിക്കപ്പെടുക. ചിലപ്പം നിയമത്തെ മറികടന്നുകൊണ്ടും ചിലപ്പം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായി വന്നത് എം ജി സുരേഷ് കുമാർ ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തെ തടഞ്ഞു നിർത്താൻ രാഷ്ട്രീയ നേതൃത്വം അശക്തമാണെന്ന് തെളിയിക്കുന്നു താങ്കളുടെ കൂടെ പാർട്ടിയുടെ ഈ സർക്കാർ. ഈ കഴിഞ്ഞ ഒരു രാത്രിയും ഒരു പകലും മറിയുമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് മറിയുമ്മയടക്കം ഈ വൈദ്യുതിയുടെ സഹായത്തോടു കൂടി പല മെഷീനുകളും ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊരു ഈ ഇൻഹേലർ അടക്കം നെബുലൈസർ അടക്കം ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ എന്നുള്ളതാണ്. ഈ റസാക്കിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശരിയല്ലേ മറിയുമ്മ? അതെ, ശരിയാണ്. എനിക്കൊക്കെ നല്ല ഈ ഹോർമോണിൻ്റെ പ്രശ്നമുള്ളത് കാരണം ചൂട് അധികമാണ് ശരീരത്തിന്. അതിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ചില നേരത്ത് കറണ്ട് ഫാൻ കണ്ണു വിട്ടാലും മതിയാവില്ല, അത്രക്കും ശരീരത്തിന് ചൂട് വരുന്ന ആളാണ് ഞാൻ. ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് മരുന്ന് ദിവസവും രാത്രി കഴിക്കുന്നുണ്ട്. ചൂട് കൂടാണ് ശരീരത്തിന്. ഫാന് ഇല്ലാതെ ഒന്നും എനിക്കൊന്നും ജീവിക്കാൻ പറ്റൂല. ശരീരം പിന്നെ മരുന്ന് ഇത് മനസ്സിലായില്ല. നെബുലൈസർ അതായത് ശ്വാസം മുട്ടിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ മറിയുമ്മ? ഉണ്ട്. എം ജി സുരേഷ് കുമാർ ശരീരത്തിന് മൊത്തം തന്നെ അസുഖമുള്ള ആൾക്കാരാണ്. ഈ 2 ദിവസം ഈ ഒരു രാത്രിയും 2 പകലും ഈ ആരോഗ്യ പ്രശ്നങ്ങളാൽ അലട്ടുന്ന ഈ കുടുംബത്തെ ബില്ലടച്ചിട്ടും ഇരുട്ടിലിട്ടതിന് ഈ ചെയർമാനും KCBയും എന്ത് നഷ്ടപരിഹാരമാണ് കൊടുക്കേണ്ടത് ശ്രീ സുരേഷ് കുമാർ? അല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
അത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികളെ ന്യായീകരിക്കുക എന്ന നിലയ്ക്കല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ പ്രവർത്തന സ്വാതന്ത്ര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. ഒരു ചോദ്യം കൂടി മാത്രം നിലവിൽ മറിയുമ്പോൾ നിയമപരമായി എങ്ങനെ വ്യാഖ്യാനിക്കണം, അത് നിയമപരമായി എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നത് തീരുമാനിക്കേണ്ടത് അരുണോ ഞാനോ മാത്രമല്ല, ഈ പറയുന്ന അഡ്വക്കേറ്റും മാത്രമല്ല. അതിന് കൃത്യമായ നിയമവ്യവസ്ഥ ഇവിടെയുണ്ട്. അതിന്റെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടട്ടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. വന്നു കറണ്ട് കാണില്ല. കറണ്ട് വന്നിട്ടുണ്ട്. താങ്ക് യു മാം. അപ്പോൾ ഈ വെളിച്ചത്തിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ എം ജി സുരേഷ് കുമാർ, KCBയുടെ ചെയർമാനോട് ഒരു കാര്യം പറയൂ. ഈ വന്നില്ല എന്നാണോ പറഞ്ഞത്? വന്നില്ല. അപ്പോൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രാവിലെ മുതൽ നമ്മൾ കാത്തിരിക്കുന്നതാണ് വരും എന്ന്. എല്ലാം ശരിയാവുമെന്നല്ലേ നമുക്ക് കാത്തിരിക്കാമല്ലേ എം ജി സുരേഷ് കുമാർ? അതെന്തായാലും ശരിയാവുന്നുണ്ട്, കാണുന്നുണ്ട് നമ്മൾ. നന്നായി. ശ്രീ എം ജി സുരേഷ് കുമാർ, നിജേഷ് അരവിന്ദ്, മറിയുമ്മ, ഒപ്പം ഇബ്രാഹിം ചർച്ചയിൽ പങ്കുചേർന്നു. ശുഭരാത്രി. Debate with Arun Kumar.